യോഹന്നാന്റെ സുവിശേഷത്തിൽ വേദനിക്കുന്ന 3 മറിയമാർക്ക് വേണ്ടി ഇറങ്ങിയ ചരിത്രം കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേദനിക്കുന്ന 3 മറിയമാർക്ക് വേണ്ടി. അത് 2-ാമത്തെ അധ്യായത്തിൽ ഒരു ഭവനത്തിൻ്റെ സങ്കടം കണ്ടപ്പോൾ അവരുടെ പരിതാപകരമായ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ പരിഹരിക്കുവാൻ വേണ്ടി യേശുവിൻ്റെ അമ്മയായിരിക്കുന്ന ഒരു മറിയം. 2-ാമത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് 11-ാമത്തെ അധ്യായത്തിൽ വേദനയോടുകൂടെ സഹോദരൻ മരിച്ച വാർത്തയുടെ മധ്യത്തിൽ ഇനിയും പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായിട്ട് നിന്ന മറിയയുടെ കണ്ണുനീര് അവളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് ഭൂമിയിലേക്ക് പതിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെയും കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരയായിട്ട് ഈ ഭൂമിയെ സ്പർശിച്ചു. അത് ഭൂമിയെ സ്പർശിച്ചപ്പോൾ അതൊരു അത്ഭുതകരമായ പ്രവർത്തനത്തിന് കാരണമായി. 3-ാമത്തെ മറിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനിയും എനിക്കാരുമില്ല എന്ന് കരുതി ഭൂതഗ്രസ്തയായ 7 ഭൂതങ്ങൾ ബാധിച്ച ഒരു സഹോദരി എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് കല്ലറ അടഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ കല്ലറയിൽ പോയിരുന്ന് കരഞ്ഞേക്കാമെന്ന് കരുതി പോയ ആ ഒരു സ്ത്രീക്ക് വേണ്ടി ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു പരസ്യമായിട്ട് റിസറക്ഷൻ ചെയ്ത കർത്താവിൻ്റെ ആദ്യ വാക്ക് ആയിരുന്നു മറിയത്തിനോടായിരുന്നു, മഗ്ദലന മറിയത്തോടായിരുന്നു. അതിങ്ങനെയായിരുന്നു, സ്ത്രീയെ കരയേണ്ട. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ പദം, ആദ്യത്തെ വാക്ക് കരയേണ്ട എന്നുള്ളതായിരുന്നു.